ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗ്രീൻ പീസ് മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയാൽ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാ അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ തലേന്ന് രാത്രി കുതിർത്തിട്ട് കഴുകിയിട്ടെല്ലാം എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു അരക്കപ്പ് ഗ്രീൻ പീസ് ഉണ്ട്, സവാളയുണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. പിന്നെ സവാള ഒരു വലിയ സവാളയാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ് ഒരു കഷ്ണം, രണ്ട് ചെറിയൊരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ബീട്രൂട്ട്, പിന്നെ ഒരു പച്ചമുളക്. ഇതിപ്പോൾ നെയ്പ്പത്തിൽ ഞാൻ അരി അരച്ച് വെച്ചതാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ഞാൻ എന്താ കുക്കറിലേക്കെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ വേവാൻ ആവശ്യമായ വെള്ളം ഞാൻ അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമുണ്ട്. ഗ്രീൻ പീസിന് കുറച്ച് വേവ് അധികമാണെന്നല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റവ് കത്തിച്ചു, നമുക്കിതിന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വേറെ പണി എന്തെല്ലാം ചെയ്യാനുണ്ട്. ആ സമയം കൊണ്ട് ഇതെല്ലാം വാട്ടിയെടുക്കണം, നെയ്പ്പത്തിൽ വിടണം. ക്യാമറ ഞാൻ തന്നെ പിടിക്കുന്നതുകൊണ്ട് കുറച്ച് എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ചട്ടി ചൂടാൻ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ആ പൊടിയെല്ലാം ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ആ പൊടിയെല്ലാം ഒന്ന് എണ്ണയിൽ വാടി ആ പച്ചമണലൊന്ന് പോയതിന് ശേഷം നമുക്കത് ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്കിത് മൂടി വെച്ചിട്ട് ഈ സമയത്ത് വെള്ളമെല്ലാം കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഒരു വിസിലിടുന്നവരെ ഈ കുക്കറിൻ്റെ മൂടി അടച്ചു കൊടുക്കുന്നുണ്ട്. ആ വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ അല്ലാതെ വേവിക്കുന്നവർക്ക് അങ്ങനെയും വേവിക്കാട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യല്ല, എനിക്ക് ഇങ്ങനെ അരയ്ക്കുന്നുള്ള ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് തുറന്നു കൊടുക്കാം കേട്ടോ. ഞാനിത് തുറന്ന് വെച്ചിട്ടുണ്ടായിന്, കാരണം എനിക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് തുറക്കുന്നത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി നല്ലോണം അങ്ങനെ ഉടച്ചു കൊടുക്കാം. നമുക്കിത്
നമുക്ക് കഷ്ണങ്ങളൊന്ന് ഉടച്ചെടുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ ഒറ്റൊരു വെളുത്തുള്ളിയിൽ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഗരം മസാല വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല ആക്കുന്ന സമയത്ത് ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തതിന് കേട്ടോ. എനിക്ക് അതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മസാല വേണമെങ്കിൽ ഒന്നുകൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിൽ വറുത്തിടാം. അപ്പോൾ ആ ചട്ടി ചൂടായി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വേറൊന്നും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കടുക് ആവശ്യമില്ലവർക്ക് കടുക് വറുത്തിടാം, അല്ലാത്തവർക്ക് അല്ലാതെയും കൂട്ടാട്ടോ. അങ്ങനെ അത് ടേസ്റ്റ് തന്നെയാണ്. മസാലക്കറിക്ക് കടുക് ഞാൻ വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മസാലക്കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ദൈവട്ടെല്ലാം പോയി ഞാൻ ചാടിക്കാൻ വേണ്ടി പോന്നു. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല. ഗ്രീൻ പീസ് കറി ഇതുപോലെ വെച്ച് നോക്കാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ രീതിക്കൊന്ന് വെച്ച് നോക്ക്. എനിക്കങ്ങ് അഭിപ്രായം എന്നോട് പറ. നല്ല ഹോട്ടലിലെല്ലാം ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ്. ഒന്ന് വെച്ച് നോക്ക് കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.